പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ UK വന്നു കഴിഞ്ഞൊരു നല്ലൊരു ലൈഫ് ലീഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UK വന്നു വെച്ചിട്ടുള്ളൊരു ഇപ്പോൾ ഇവിടെ എല്ലാം ഈസിലി ആക്സസബിൾ ആണ്. എന്ന് പറഞ്ഞാൽ EMI ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ടൈമിൽ ഈ ഐഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അത് ചേഞ്ച് ആയി തുടങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ UK വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് അഫോർഡ് ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കിയതിന്റെ അല്ല, പക്ഷെ EMIയും അതുപോലെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. അത് മാത്രമല്ല, നമ്മളിപ്പോ പേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലിപ്പോ ഒരു ഐഫോൺ എടുക്കുന്ന ഒരാള് ചിലപ്പോൾ മന്ത്ലി ഒരു 10,000 to 12,000 ആവറേജ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കേണ്ടി വരും. ഇപ്പൊ ഒരു 12 മന്തോ അല്ലെങ്കിൽ 18 മന്തോ കോൺട്രാക്ട് ആണെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നാട്ടിൽ കിട്ടുന്ന ഒരാളുടെ ആവറേജ് സാലറി ഒരു 20,000 to 25,000 ആണ്. ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 12 pounds to 13 pounds ഈസിലി കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ഫോൺ എടുക്കുകയാണെങ്കിൽ പോലും ഒരു ദിവസം വർക്ക് ചെയ്യുന്ന 3-4 മണിക്കൂറിന്റെ പേയ്മെന്റ് മാത്രമേ ഇൻസ്റ്റാൾമെന്റ്സിലോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം, ഇപ്പൊ ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, ആക്സസറീസ് ആയിക്കോട്ടെ, ഈവൻ കാർ ആണെങ്കിൽ പോലും നാട്ടിൽ നമ്മളൊരു കാറ് മേടിക്കുന്നതിന്റെ അത്രയും സ്ട്രഗിളോ ബുദ്ധിമുട്ടോ ഇവിടെ നമുക്ക് മേടിക്കാൻ വരുന്നില്ല. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ 1 month സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് സുഖമായിട്ട് ഒരു കാർ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നാട്ടില് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഒരു വർഷത്തെ സാലറി മുഴുവൻ ഉണ്ടെങ്കിൽ പോലും ഒരു കാറിന് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി മാത്രമേ അത് തികയുള്ളൂ. പിന്നെ അതെ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രോബാക്സും ഉണ്ട്. APR റേറ്റ് ഒക്കെ ചില സ്ഥലത്ത് ചില ഏജൻസീസ് ഒക്കെ ഫിനാൻസ് കമ്പനീസ് ഒക്കെ നല്ല രീതിയിൽ ഹൈയിലാണ് കൊടുക്കുന്നത്. അത് നമുക്കിപ്പം ഫസ്റ്റ് നമ്മളിപ്പോൾ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല. ചിലർ നല്ല രീതിയിൽ അവെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചിലർ ഇതിനെക്കുറിച്ച് അപ്പം ചെല്ലുമ്പോൾ കേട്ട് അപ്പം എന്താ പറയുന്നത് പരിചയപ്പെടുന്ന കുറച്ച് ടീംസും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് APR ചിലപ്പോൾ ഒരു 30% APR കുഴപ്പമില്ല, അത് ഞാൻ എടുത്തോളാം, എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കെണി വീഴുന്ന ആൾക്കാരും ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് ഇല്ലാത്തതുണ്ട്. പിന്നെ അത് അങ്ങനെ നമ്മൾ ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെ പഠിക്കുകയുള്ളൂ. പിന്നെ അത് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് UK. അപ്പോൾ ഇവിടെ വന്ന് സെറ്റിൽ ആയവരും ഉണ്ട്, ഇവിടെ വന്ന് തിരിച്ചു പോയ ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തുന്ന നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ മറ്റേ എനിക്ക് വർക്ക് ടൈം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ 8 to 8, 8 to 5, 9 to 4 അങ്ങനെ കുറെ വർക്ക് ടൈം ഉണ്ടല്ലോ. ഫിക്സ്ഡ് വർക്ക് ടൈമാണ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിനേക്കാൾ കൂടുതൽ ഇപ്പൊ 1 hour or 2 hour വർക്ക് ചെയ്യണമെങ്കിൽ അത് പെയ്ഡ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്ലി സാലറി പറയും. ഇപ്പൊ ഒരു ദിവസം 5 മണിക്ക് വർക്ക് തീരേണ്ട ഒരാള് ചിലപ്പോ 7 മണി വരെ ഒരാഴ്ച ഫുള്ള് നിന്നാൽ പോലും പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനീസ് കാണും. പക്ഷെ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് ഫിക്സഡ് സാലറി തന്നെ അവരെ കെട്ടിയിടുക എന്നുള്ളൊരു ചാൻസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം മാറി, ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അവയർനെസ് കൊണ്ടുവന്ന് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് എല്ലാ സിസ്റ്റത്തിലും മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഏതൊരു രാജ്യത്താണല്ലോ അതിന്റെ അനുസരിച്ച് ചേഞ്ച് വന്നത്. പക്ഷെ ഈ ചേഞ്ചസ് ഒറ്റയടിക്ക് നടക്കണമെന്നില്ല, ഒരു ടൈം എടുക്കും. അത് ഇൻ പ്രോഗ്രസ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. പിന്നെ അതുപോലെ തന്നെ UK എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഏറ്റവും ഞാൻ ഒരുപാട് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈ സിനി വേൾഡ് മോഡിയോണൊക്കെ അതിന്റെ ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മന്ത്ലി ഒരു ഫിക്സഡ് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം നമുക്ക് എത്ര സിനിമ അൺലിമിറ്റഡ് മൂവീസ് കാണാം. അപ്പൊ നമുക്ക് നാട്ടിൽ ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോയിട്ട് പിന്നെ കണ്ടിന്യൂസ് 3 സിനിമയ്ക്ക് അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. കാര്യം നമ്മുടെ കയ്യിൽ അത്രയും പേയ്മെന്റ് ഇറങ്ങുന്നില്ല. ഈ പറഞ്ഞ മേ ബി 1 or 2 മൂവീസിന് ഇൻഡിവിജ്വൽ ടിക്കറ്റ് എടുക്കുന്ന പ്രൈസിന് നമുക്ക് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ എത്ര സിനിമ വേണമെങ്കിലും കാണാം. ആഴ്ചയിൽ എല്ലാ ദിവസവും അതേപോലെ പോയാൽ പോലും നമ്മളതിന് വേറെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ആവുന്നില്ല. പിന്നെ അതേപോലെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ചാൽ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത കുറെ പ്രിവിലേജസ് ആണ് ട്രാവലിംഗ്. നമ്മൾ UK വന്നു, ഇപ്പൊ സ്റ്റുഡന്റ് വിസ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വർക്ക് പെർമിറ്റ് ആയിക്കോട്ടെ, അത് UK വിസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് കൺട്രീസിലോട്ട് നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. മേ ബി ഓൺ അറൈവൽ വിസ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വിസ ആയിരിക്കാം. എന്നാലും പക്ഷെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടാത്ത ഒരു പ്രിവിലേജ് ആണത്. അതേപോലെ നാട്ടിലൊരാളുടെ ഒരു മാസത്തെ ആവറേജ് സാലറി ഉണ്ടെങ്കിൽ നമുക്കൊരു 3 days 4 days ഒരു യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ നിയർ ബൈ ഉള്ള ഒരു രാജ്യത്ത് പോയി ലെഷർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാനുള്ള ഒരു ചാൻസ്. നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കത് ഒരിക്കലും പോസിബിൾ അല്ല. അതെ അതാണ്
അതായത് UK എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്, ഫീൽഡാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിൽ ചെയ്യാനും നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻകം വരാനും വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ ആണ്. പിന്നെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ ലോൺ എടുത്ത് UK വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് ലോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സ്കീമും ഉണ്ട് UK. ഞാൻ പറഞ്ഞില്ല, APR ഫൈനാൻസും അതുപോലത്തെ സാധനം, ആ ഒരു ട്രാപ്പിൽ നമ്മൾ അറിയാണ്ട് പോയി വീഴുമ്പം പറ്റുന്ന കുറേ പരിപാടിയാണ്. അങ്ങനെ ഓരോ ചേഞ്ചസ്. എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒബ്വിയസ്ലി കാണുമല്ലോ. കാണും. നല്ലൊരു ജോബ് സെക്യൂർ ചെയ്താൽ ജീവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് UK. പക്ഷെ ആ ഒരു ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഉണ്ട്, ജോബ് കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സ്ട്രഗിള് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് ഇച്ചിരി കൂടെ കൂടി, സ്ട്രഗിള് കൂടി, ചാൻസ് കുറഞ്ഞു. അപ്പൊ നമ്മള് മുന്നേ എത്രമാത്രം എഫേർട്ട് ഇട്ടോ അതിന്റെ ഇരട്ടി എഫേർട്ട് ജോബ് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് നോക്കി നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോ പണ്ടത്തെ അത്രയും ജോബ്സ് ഇല്ല സ്പോൺസർ ചെയ്യുന്നത്. പക്ഷെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. കാര്യം ഞാനൊക്കെ വന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ജോബ് കിട്ടുക എന്ന് പറയുന്ന അത്ര വലിയൊരു കടമ്പയല്ലായിരുന്നു. ഒബ്വിയസ്ലി നമ്മൾ പുതുതായിട്ട് വരുമ്പോ അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു 1 മന്ത് അല്ല 1.5 മന്തിനുള്ളിൽ നമ്മുടെ ഈ പറഞ്ഞ വരുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ടും NI നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് റീസെന്റ് പരിചയപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് സ്റ്റുഡന്റ് വിസയിൽ വന്ന ഒരു 4 മാസം 5 മാസം ഒക്കെ ആയിട്ടും ജോബ് ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് പാരന്റ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോണിന്ന് അമൗണ്ട് എടുത്തിട്ട് വേണം അവർക്ക് കാര്യങ്ങൾ കവറപ്പ് ചെയ്യാൻ. ഇപ്പൊ നമ്മളൊക്കെ വന്ന സമയത്ത് നമ്മൾ അത്ര സ്ട്രഗിൾ ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്റെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ആരും മാസങ്ങളോളം ജോലിയില്ലാതെ നിൽക്കേണ്ട സിറ്റുവേഷനിൽ വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ വന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവര് കുറവായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ അവരെ റീച്ച് ഔട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങള് ഭയങ്കര ഡിസ്റ്റന്റ് ആയിരുന്നു, ചാനൽസ് ഇല്ലായിരുന്നു, പിന്നെ അറിയത്തില്ല, പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു നമ്മളൊക്കെ വരുന്ന സമയത്ത്. ഇപ്പൊ പോലും ഇപ്പൊ ഈ ജോബ് കിട്ടാനൊക്കെ നമ്മളൊക്കെ വന്ന സമയത്ത് 2021 ഇപ്പൊ ഉള്ള പല കാര്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ പലർക്കും എന്താ പറയാ ഒരു നല്ലൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു, ചേഞ്ച് ആയേനെ. പക്ഷെ പല കാര്യങ്ങളും അറിയില്ല, പറഞ്ഞു തരാൻ ആൾക്കാരില്ല. പക്ഷെ ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് പിന്നെയും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറിയാം, കുറെ പുറത്തൊക്കെ അറിഞ്ഞു തുടങ്ങി. നമ്മളൊക്കെ വരുന്ന സമയത്ത് ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും അറിയില്ല. നമ്മൾ ഇവിടെ വന്ന് റിയൽ ആയിട്ട് അത് കണ്ട് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത്രയും ഓപ്ഷൻസ് ഇങ്ങനെയുണ്ട് വേറെ, അതൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ വന്ന് റിയൽ ആയിട്ട് ഇതൊക്കെ കണ്ടു തുടങ്ങുമ്പോഴാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് അവർക്കൊരു പിക്ചർ ഉണ്ട് ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ ഇതൊക്കെ ആയിരിക്കും. നമ്മൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സീനിയേഴ്സ് എന്ന് പറയാൻ ഒരുപാട് പേര് ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ പോലും അവരെ ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മൾ വന്ന് ഇന്ത്യക്ക് തൊട്ടിട്ടാണെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കുട്ടികളാണ് ഒരേ ഇന്ത്യക്കില് ഒരേ കോഴ്സിൽ മേ ബി സെയിം യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പോൾ ആൾക്കാരായിട്ട് മിങ്കിളാനുള്ള ചാൻസും, പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പൊ വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പോലും ഇന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോബിന് വേണ്ടി എവിടെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് എന്ത് ചെയ്യണം, അതിനെ പറ്റിയുള്ള ഗൈഡൻസ് കിട്ടാൻ അവർക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. നമ്മൾ വന്ന സമയത്ത് ഒരു ചാൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളെ ചാൻസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ആരും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്.